Na 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 na. Na 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 na. നിനക്കിപ്പോ എന്താടാ പണി? നീ ഇവിടെ തന്നെ നിൽക്കുകയാണല്ലോ. ഉണ്ടളിയ, നിന്നോടൊപ്പം പിന്നെ ഈ ഗോവയിലും വെച്ച് കൊറേ പണിയുണ്ടാ. എന്താ അത്? പറയാം. അതിരിക്കട്ടെ, ആ സ്റ്റീഫൻ ഹൗസിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയോ? ആ ഹൗസോ? അത് വളരെ ഡേഞ്ചറായ ഹൗസ് എന്നറിയാം, അത്രേ ഉള്ളൂ. വേറെ ഒരു കാര്യം എനിക്ക് അറിയില്ല. അത് ശരി, എല്ലാരും പേടിക്കുന്ന ആ വീട്ടിൽ നിനക്കെന്താ കാര്യം? അതല്ലടാ, വീട്ടിലേക്ക് പോയി എന്തെങ്കിലും വഴി പറയോ? ഹാ, ഒരു വഴിയുണ്ട്. ആൻഡ്രിയ എന്ന് ഒരു ഫോറിൻ പെണ്ണുണ്ട്. അവളെ നമ്മൾ മീറ്റ് ചെയ്താൽ നമുക്ക് ആ വീട്ടിലേക്ക് പോകാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അവിടെ ചെന്ന് നോക്കാം, വാ. എടാ, ഒന്നും സമാധാനിരിക്കും. നിനക്കെന്താ ഇത്ര അവസരം? എടാ, അവസരമില്ലടാ, ടൈമില്ല. ഇതല്ലേ വീട്? വരൂ. കാണാൻ നന്നായിട്ടുണ്ട്. ഇവിടെ നോക്ക്, ഇതാ ആ സൈഡിലേക്ക് നോക്ക്. ഇവളാണ് ഞാൻ പറഞ്ഞ ആ ആൻഡ്രിയ. ഈ വീടിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിലും അവൾക്ക് അറിയാം. ആ പെണ്ണ് ഓക്കെ. ആ പെണ്ണിന്റെ ഒപ്പം കൂടെയുള്ള ആ പെണ്ണ് ഏതാ? അവന്റെ ഒപ്പം കൂടെ വന്ന ഈ 3 പേരാരാ? ഇവരും ടൂറിസ്റ്റ് തന്നെയാ. ഇവരുടെ പേര് ധന. നിങ്ങളെ പോലെ ഇവിടെ താമസിക്കാൻ വന്നിരിക്കുക. ഹായ്, ഐ ആം ആൻഡ്രിയ. ഐ ആം എ ടൂർ ഗൈഡ്. ഈ വീടിനെ കുറിച്ചുള്ള എല്ലാ ഞങ്ങളും നിങ്ങളെ പോലെ തന്നെയാണ്. നിങ്ങൾ എന്തിനു വേണ്ടി വന്നോ അതിന് തന്നെയാ ഞങ്ങളും വന്നിരിക്കുന്നത്. ഹലോ, എന്റെ പേര് ചോളവരം. ഞാൻ ശേഖറിന്റെ ഫ്രണ്ട് ആണ്. എന്റെ പേര് കാറ്റ്. കാറ്റോ? അതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? മനുഷ്യന് എല്ലാവർക്കും അത്യാവശ്യമുള്ള കാര്യമാണ് ശ്വാസം. ഞാൻ എല്ലാ കാര്യത്തിലും മുഖ്യമായി ഇരിക്കണമെന്ന് എന്റെ അച്ഛൻ ഈ പേരിട്ടു. അങ്ങനെയാണെങ്കിൽ ശ്വാസം ഒന്ന് വെച്ചൂടായിരുന്നോ? എന്തിനാ കാറ്റെന്ന്? അപ്പൊ ശ്വാസം കീഴെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കും. അതുകൊണ്ടാണ് ഞാൻ കാറ്റ് എന്ന് വെച്ചത്. പറഞ്ഞു ശരി തന്നെയാണ്. വരൂ. വാ. അതെ, നിനക്ക് പെണ്ണുങ്ങളെ പറ്റിയും ശരിക്കറിയില്ല. വളരെ ജാഗ്രതയായിരിക്കണം. ഇവിടെ നോക്കൂ ബോസ്, ഈ വീട്ടിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു വന്നിട്ടുണ്ടോ അറിയാതെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് നിങ്ങൾ ആലോചിക്കുന്ന പോലെ ഈ വീട് സേഫായ ഹൗസ് അല്ല. കാണാൻ ഭംഗിയുള്ള ഡേഞ്ചറസ് ആയ ഹൗസാണ്. എനിക്ക് ഈ വീട് കാണുമ്പോ തന്നെ നീ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടത് നീ പറഞ്ഞതിനേക്കാൾ വളരെ വലുതാണ്. അങ്ങനൊന്നുമില്ല. ഏത് വീട്ടിലേക്ക് പോയാലും നിന്നെ പോലുള്ള ഒരാളുണ്ടാവും പേടിപ്പിക്കാൻ. ഇതുപോലുള്ള ഒരു മൊക്ക കഥയും പറയാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഭയത്തിന്റെ കൂടെ കബഡി കളിക്കുന്ന പിള്ളേരാ. കാണാൻ നീ ചെറിയ കുട്ടിയെ പോലെ ഉണ്ട്. അതുകൊണ്ടൊന്നും ഭയപ്പെടരുത്. ഞങ്ങളുണ്ട് നിന്റെ കൂടെ. ശരി, നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിക്കോ. അവരെന്തൊക്കെ പറഞ്ഞോണ്ട് പോകുന്നു. നമ്മൾ ആരാണെന്ന് അവർക്ക് അറിഞ്ഞൂടാ. നമ്മളൊന്ന് മുട്ടി നോക്കിയാൽ അവർക്ക് മനസ്സിലാവുള്ളൂ. നന്നായിട്ടുണ്ട്. ടി വി ഒക്കെ ഉണ്ടല്ലോ. ഇങ്ങോട്ട് നോക്കൂ ഗുരു. ഈ വീടും മുറിയും കണ്ട എന്റെ അമ്മോ, നമ്മൾ എന്തിനു വന്നോ അത് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും ഗുരു. അവൻ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താന്ന് വെച്ചാൽ ഈ വീട്ടിൽ കാല് വെച്ചതിന് ശേഷം
എന്റെ മനസ്സേ ശരിയല്ല. വീട് മാത്രമല്ല, ഇവിടെയുള്ള വസ്തുക്കൾ മൊത്തം വ്യത്യാസമുണ്ട്. അങ്ങനെ വെച്ചാൽ ശരിക്കും ഈ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെന്നാണോ പറയുന്നത്? അറിയില്ല, എനിക്കും അതാണ് മനസ്സിലാവാത്തത്. ഇതൊക്കെ കഥയില് നല്ലൊരു ഓറർ എഫക്റ്റ് ഉണ്ടാവണം. അങ്ങനെയോ? തീർച്ചയായിട്ടും. അതെ, ഉണ്ടാവണം. തുടങ്ങിക്കോ പൊളിയായിട്ടുണ്ടാവണം. പറ. ഒരു ദിവസം ഞാൻ ഒറ്റയ്ക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോ അടുത്തന്നെ ശ്മശാനം. അകത്ത് ചെന്ന് നോക്കിയാൽ ഒരു മൃതദേഹം. പേടിച്ചോടിപ്പോയി. ശേഖർ സർ, ശേഖർ സർ, ശ്രീനു 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 ഡേയ് എണീക്കടാ. എന്താ എണീക്കേ. എന്താണ് പറയൂ. ആ ഫോറിൻ പെണ്ണ് എവിടെയാണെന്ന് അന്വേഷിക്കേ. ഫോറിൻ പെണ്ണോ?
അവളവിടെ ഉണ്ടാവും. അവളുടെ മുറിയിലുണ്ടാവുക. പോയി നോക്കടാ. അയ്യോ, ഉറക്കം പോയി. ബാത്റൂമിൽ നോക്ക്. എടാ ബാത്റൂമിലില്ലല്ലോ. അയ്യോ മേലെ നോക്ക്. മുകളിലോ? ശരി മേലെ ഉണ്ടാവും, നമുക്ക് അവിടെ പോയി നോക്കാം. എടാ മുകളിലില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ലോണില് നോക്കാലോ. ശരി, അവിടെ പോയി നോക്കാം. ആ എടാ ഈ ബെഡ്റൂമിൽ നോക്കിയോ? അയ്യോ അവൾ ഇവിടെ ഇല്ലല്ലോ. ഗുരു, ഗുരുവേ, ഗുരു, ആ പെണ്ണിനെ കാണുന്നില്ല ഗുരു. അവൾക്ക് കാഴ്ചയും. ഫോൺ തടാ. സ്വിച്ച് ഓഫ് എഴുതുന്നുണ്ട് ഗുരു. അവൻ പറഞ്ഞതുപോലെ ഈ വീട്ടിനകത്ത് എന്തോ ഉണ്ട്. അങ്ങനെയാണോ? എന്നാ നമുക്ക് ഇവിടുന്ന് ഓടിപ്പോയേക്കാം ഗുരു. അതല്ലേ ശരി ഗുരു. ഗുരുവേ, നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടിയ അത് നമുക്ക് 1 കോടി രൂപ തരും. അത് വെച്ച് നമുക്ക് സന്തോഷമായിട്ട് ഒരുപാട് കാലം ജീവിക്കാം. ഒരു പക്ഷെ നടക്കാൻ പാടില്ല നടന്നുണ്ടെങ്കിലേ ഗുരുവേ, പല വർഷം സന്തോഷമല്ല, ആകെ മൊത്തം നമ്മുടെ ജീവിതം തന്നെ കട്ട പുകയായി പോവും ഗുരുവേ. നമുക്ക് ഇവിടുന്ന് ഓടി പോവാം ഗുരുവേ. അതെ ഗുരു. നിങ്ങൾ പറയുന്നത് സത്യമാണ്. ആലോചിച്ച് നോക്കിയാ എനിക്കും അതാണ് തോന്നുന്നത്. നമുക്ക് ഇവിടുന്ന് എല്ലാവർക്കും പോവാം. വന്നിട്ട് ശരി ശരി, വരൂ വരൂ എനിക്ക് വരൂ, നമുക്ക് പുറത്തേക്ക് പോവാം. എന്താ മാഡം, എന്തോ ആലോചനയാണെന്ന് തോന്നുന്നു. ഓ, നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന ആ ഫോറിൻ പെണ്ണ് എവിടെയാണെന്നാണോ? അവരും ആ 3 പേരിനെ പോലെ എന്തെങ്കിലും കണ്ട് പേടിച്ച് ഓടിക്കാണുന്നേ. നീ പേടിക്കണ്ട, നിനക്ക് ഞാനുണ്ടല്ലോ. അതിനെപ്പറ്റിയാ ഞാൻ ആലോചിക്കുന്നത്. അത് മാത്രമല്ല, അവളെ പോലെ പേടിച്ചോടി പോകുന്ന ആളല്ല ഞാൻ. എന്റെ അമ്മു, ഇതുപോലെ കൊറേ കണ്ടതാ ഞാൻ. അതൊക്കെ വിട്. ഇപ്പൊ ഈ ഗസ്റ്റ് ഹൗസിന് ഞാൻ മാത്രമേ രാജാവ്. നീ റാണി പോലെ ഇരുന്ന ബെറ്റർ. റാണിയെ പോലെയല്ല, രാജമാത ശിവകാമിയെ പോലെ ഉണ്ടാവും. അങ്ങനെയാണോ? ഞാൻ വിചാരിച്ച പോലെ സെൻസിറ്റീവ് അല്ല നീ, കുറച്ച് ബുദ്ധിയുണ്ട്. നിന്റെ പോലത്തെ ആളുകളോടെ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഡയറിങ് ആൻഡ് ഡാഷിങ് ധന. അത് ശരി, ഡയറിങ് ആൻഡ് ഡാഷിങ് ധനോ അത്ര. ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കോ. പോയിട്ടോട്ടെ. ലൂസേ, നിന്റെ ചിരി നിർത്തോ, കാണാനേ വയ്യ. മാഡം, എന്തിനാ അങ്ങനെ പറഞ്ഞത്? എന്നെ കണ്ട നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഇഴിച്ചു കാട്ടുന്ന കൊരങ്ങന്റെ പോലെയുണ്ട്. അയ്യോ, ഞാൻ രക്ഷപ്പെടുമോ? എനിക്ക് പേടിയാകുന്നു. എന്തിനാ ചാനൽ മാറ്റിയത്? ഞാൻ നോക്കിക്കൊണ്ടിരിക്കല്ലേ. ഈ സീരിയലിനെ കാണാൻ പറ്റാതെയാ ഞാൻ മാറ്റിയത്. എന്നാലും സീരിയൽ കണ്ട് കരയണ പെണ്ണിനെ എന്റെ ഫ്രണ്ട് വിശ്വസിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനൊരു ഭ്രാന്തനാ. ഈ പയ്യന്മാരെയൊന്നും വിശ്വസിക്കരുത്. രാമനെ പോലെയാ സംസാരിക്കാം, പക്ഷെ ചെയ്തുകളെല്ലാം കൃഷ്ണന്റെ പോലെയും. അടാ ഇവിടെ നോക്കടാ, നിങ്ങൾ മാത്രം എന്താ നല്ലവളാണോ? കാണാൻ സാവിത്രിനെ പോലെ ഉണ്ടാവും. ഒന്ന് തൊട്ടാ മതി സൂട്ട് പണികനെ പോലെ മാറിക്കളയല്ലോ. പക്ഷേ നിന്നോട് എന്തിനാ സംസാരിക്കുന്നേ? ആദ്യം നീ ആ റിമോട്ട് താ. പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റിയോ ചെയ്തോ. എന്ത് ചെയ്യുന്നോ? അല്ല, തരില്ല. ഇങ്ങോട്ട് തരാൻ തരാനല്ലേ പറഞ്ഞത്. തരാനല്ലേ നിന്നോട് പറഞ്ഞത്. പറഞ്ഞതില്ലേ ഒരേ രണ്ടുപേരും അടി കൂടുന്നുണ്ടല്ലോ. സൂപ്പർ, അങ്ങനെ തന്നെ. സൂപ്പർ. അയ്യോ, ഇതെന്താ ഇത്ര വേഗമായിട്ട് വരുന്നത്? അയ്യോ,
എന്താടാ ചോറ് കിട്ടാത്ത പോലെ വായി നോക്കിക്കൊണ്ടിരിക്കുന്നേ? വിശപ്പ് ബോസ്, വിശപ്പു. ആ രാജമാത ശിവകാമിന്റെ പേര് പറഞ്ഞിട്ടും ഭക്ഷണം പോലും തന്നിട്ടില്ല. അങ്ങനെയാണോ? നമുക്ക് തരാതെ അവള് മാത്രം വയ്ക്കുന്നു. അമ്മ രാജമാത, എനിക്കും കുറച്ച് ഭക്ഷണം താമ്മ. എടത്തേണ്ടി വാടക്കടാ, കൊന്നോളായി ഞാൻ. ഇവളോട് എന്തിനാടാ ചോദിക്കുന്നേ? നമുക്കെടുത്ത് കഴിക്കാം. അതിന് കഴിക്കാൻ എന്താ ഉള്ളത്? ഉള്ളതെല്ലാം ഞാൻ വിളമ്പി കഴിഞ്ഞു. കഴിക്കാൻ നിനക്കൊന്നുമില്ല. ഈ പെണ്ണുങ്ങള് പയ്യന്മാരുടെ മനസ്സടിക്കുന്ന കേട്ടിരിക്കുന്നെ. ഇപ്പൊ ആദ്യമായിട്ടാ വയറ്റിലടിക്കുന്നത് കാണുന്നേ. ഇവിടെ എന്റെ കൂടെ തന്നെ ഗെയിംസ് കളിക്കുകയാണ്. നീ നോക്കിക്കോ ഞാൻ അങ്ങനെ കളിക്കണെന്ന്. ശരി. ഹേ ഇറ്റ്സ് ഓക്കെ, റെസ്റ്റ് എടുത്തേക്ക്. ഇവിടെ ഉള്ളവരും ആണുങ്ങൾ തന്നെയാ. എന്താ നാണാകുന്നുണ്ടോ? നിങ്ങൾ ആ സുബ്ബാറാവിനെ പോലെ ദിവസവും മുല്ലപ്പൂ വാങ്ങിക്കാനെങ്കിലും പഠിക്കേ. ഞാൻ എന്റെ ഭാര്യക്കല്ലേ പൂ വാങ്ങിക്കുന്നത്, വേറൊരുത്തിന് ഭാര്യക്കല്ലോ.
അങ്ങനെ ചെയ്താലാണ് തെറ്റ്. రాలేదు ఎప్పుడు పక్కింట్లో గోల గోలగా ఉండేది, ఈ రోజు అసలు సందడే లేదు. చిట్టి నడుముని చూస్తున్నా, చిత్రహింసలు చస్తున్నా, కంటపడదు ఇక ఎదురే ఉన్నా. ആ പ്രശ്നത്തെ കുറിച്ചൊന്നും നിങ്ങൾ സംസാരിക്കണ്ട. നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നം സംസാരിക്കാൻ. പിന്നെ എന്ത് പറയാനാണ്? നിങ്ങൾ എടുത്തിട്ട കാര്യം തന്നെയല്ലേ ഞാൻ പറയുന്നത്. ഞാൻ എന്റെ ഭാര്യയ്ക്ക് പൂ വാങ്ങിച്ചോണ്ട് പോന്നെ, വേറൊരുത്തിന്റെ ഭാര്യക്കല്ല. അത് പറഞ്ഞാൽ മനസ്സിലാവൂലേ? എന്താണ് കളിയൊക്കെ? ഇവനിതെന്താ ഇതുവരെ ഇല്ലാത്ത പോലെ ഡീസന്റ് ആയി പെരുമാറുന്നേ? ഇവൻ അഭിനയിക്കാണോ അല്ലെങ്കിൽ ശരിക്കും എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണോ? പക്ഷെ എന്റെ മനസ്സെന്താ ഇങ്ങനെ? എപ്പോ നോക്കിയാലും ഇവനെ പറ്റി തന്നെ ചിന്തിക്കുന്നു. എന്തായാലും ശരി, ഇവനെ പറ്റി ചിന്തിക്കാതിരിക്കുന്നതാ നല്ലത്. എന്താന്നറിയില്ല, ഇപ്പോ എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ്. എന്റെ മനസ്സെന്തോ അവന്റെ അടുത്തേക്ക് തന്നെ പോകുന്നു. എന്താടാ ഇവിടെ എങ്ങനെ നിന്ന് ചിന്തിച്ചോണ്ടിരിക്കുന്നേ? എന്നെ പറ്റിയല്ലേ? എങ്ങനെ വീഴ്ത്താന്നല്ലേ ആലോചിക്കുന്നത്? എന്താ ഇവള് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഒരു പക്ഷെ ഫ്രിഡ്ജിലിരിക്കുന്ന ബീറിന് ഫ്രൂട്ട് ബീറാണ് വിചാരിച്ച് കുടിച്ചോ? എന്താടാ നീ തന്നെ സംസാരിക്കുന്നേ? എന്താന്നറിയില്ല, ഇപ്പൊ എനിക്ക് നിന്നോട്. ആദ്യം നിന്റെ റൂമിലേക്ക് പോവാം. വാ, ഇവിടെ നിന്ന് താഴെ വീണ ഡയറക്റ്റ് ആയിട്ട് മുകളിലേക്ക് പോകും. ഇതാ മോനെ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. എന്താ പറഞ്ഞോ? നീ വളരെ നല്ലവനാടാ. ഇതാണോ പറയാൻ പോകുന്നത് പറഞ്ഞേ? ഞാൻ ആവശ്യമില്ലാതെ എന്തൊക്കെയോ വിചാരിച്ചു. നീയും വാ, ഇവിടെ തന്നെ ഇരിക്കേ. എന്താ എന്തു പറ്റി? ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നത്? എന്തു പറ്റി? വളരെ ഡള്ളായിട്ടുണ്ടല്ലോ. ഇന്ന് എന്റെ അച്ഛന്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് 8 വയസ്സുള്ളപ്പോ അദ്ദേഹം എന്നെ വിട്ട് ദൂരെ പോയി കളഞ്ഞു. ഓ സോറി. പക്ഷെ നിന്റെ അച്ഛൻ നിന്നെ വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. നിന്റെ എല്ലാ സന്തോഷത്തിലും അവര് നിന്റെ കൂടെയുണ്ട്. അതെ സർ, നിങ്ങളൊന്നും വിഷമിക്കണ്ട. എന്റെ വിഷമത്തിന് പോകാനായിട്ട് നിങ്ങൾ രണ്ടുപേരും ശ്രമിച്ചില്ലേ, അതിന് താങ്ക്സ്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്റെ വിഷമം എന്റെ അച്ഛനെ ഓർത്തു മാത്രം പോവില്ല, അദ്ദേഹത്തിന്റെ സ്നേഹത്തിലും കലർന്നിട്ടുണ്ട്. അയ്യോ എന്റെ ഈശ്വര, നീ എവിടേക്കോ പോകുന്നു. നീ വലിയ സങ്കടത്തിലാണെന്ന് ഇവൻ വന്ന് പറഞ്ഞതുകൊണ്ട് ശരി നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാന്ന് വിചാരിച്ചു വന്നു. നീയാണെങ്കിലോ ഓർമ്മ, സ്നേഹം, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അയ്യോ മാഡം, നിങ്ങൾ ഇങ്ങനൊന്നും പറയല്ലേ, സാറ് വിഷമിക്കാൻ പോന്നു. ഇവനാണെങ്കിലോ നീ ഒന്ന് പറഞ്ഞാൽ അവൻ 2 പറയും. ദൈവമേ. ശരി ശരി, അവനൊന്നും പറഞ്ഞേക്കല്ലേ, പാവം ഫീൽ ചെയ്തു പോവും. കൊള്ളാലോ, നീ ചിരിച്ചല്ലോ. അയ്യോ എന്റെ ദൈവമേ, നിന്നെ ചിരിപ്പിക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടു. ഈശ്വര, എന്തായാലും ചിരിച്ചു, അത് മതി. സാറ് ചിരിച്ചു. Thank you.
കൊള്ളാം. ഓ എന്റെ അമ്മോ. ഹലോ, ആരാണ് നിങ്ങള്? കോളിംഗ് പോലും അടിക്കാതെ ഡയറക്റ്റ് ആയിട്ട് അകത്ത് വന്നിരിക്കുന്നു. Cool, boss. I'm undercover officer, Satya. She's my teammate, Sana. ഹായ്. ഹായ്, ഞാൻ സർക്കാർ സായ്, സത്യന്റെ ഫ്രണ്ടാ. നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്താ പേടിച്ചോയ ബ്രദർ? ചുമ്മാ ജോക്ക് ചെയ്തതാണ്. ഇവിടെ നോക്കൂ, ഇവിടെ തമാശയൊന്നും കാര്യമില്ല, ഫുൾ സീരിയസ് ആണ്. എന്നാലും നിങ്ങൾ ചെയ്യുന്ന കോമഡിക്ക് ഇവിടെ ആരും പേടിക്കില്ല. അങ്ങനെയാണോ ബ്രദർ? പിന്നെ നിങ്ങൾ എന്തിനാ ഇത്രയും ടെൻഷൻ ആവുന്നത്? ഇത്ര ഡയലോഗൊക്കെ അടിക്കുന്ന നീ ആരാണെന്ന് വിചാരിച്ചതാ? ഇവിടെ നോക്ക്, നിങ്ങളെ പോലെ ഈ വീട്ടിലെ ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ കുറെ പേര് വന്നിട്ട് പോയി. പക്ഷേ ഈ വീട് അവനൊക്കെ പേടിപ്പിച്ച് ഓടിച്ചിട്ടുണ്ട്. എനിവേസ്, നമുക്ക് കാണാം ബ്രോ. ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ഈ വീട് എങ്ങനെ ഉണ്ടാവുമെന്ന്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹായ് മാഡം, ഫോണിൽ വളരെ ബിസി എന്നാണ് തോന്നുന്നു. യാ ചാറ്റിംഗ് വിത്ത് മൈ ഫ്രണ്ട്. എന്റെ അടുത്തും ഫോണുണ്ട്, എന്റെ അടുത്തും ചാറ്റ് ചെയ്യാലോ. നോക്കിയേ മിസ്റ്റർ, നിന്റെ ജോലി നീ നോക്കിയാ മതി. അതല്ലേ ഞാൻ നോക്കുന്നത്. ശരീരമൊക്കെ മുഴുവനായിട്ട് വേദനിക്കുന്നുണ്ട് മാഡം. അത് ശരി, ശരീരത്തിന് നല്ല വേദനയാണല്ലേ? അതെ മാഡം, നിങ്ങൾ മാത്രം ഒരു കൈ വെച്ചാൽ. എന്റെ കൈ കൊണ്ടൊന്നും തന്നെ നിന്റെ ശരീരത്തിലെ വേദനയൊക്കെ പറന്നു പോയെന്ന് തോന്നുന്നു. അതെ മാഡം, ഞങ്ങളുടെ കൈ എത്ര സോഫ്റ്റ് ആയിട്ടുണ്ടെന്നറിയോ? അയ്യോ മാഡം. എന്റെ ദൈവം തമ്പുരാനെ, ഇവളെന്താടാ ശ്രദ്ധിക്കിയ ശല പോലെ എന്റെ കൺമുമ്പിൽ വന്ന് നിൽക്കുന്ന. നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്താ ബ്രോ, പേടിച്ചോയോ നിങ്ങള്? എന്താണ്, ലവ് ആണോ? ആ പെണ്ണ് കണ്ട ക്ലാസ് ആയിട്ടുണ്ട്, പക്ഷേ നിന്നെ കണ്ട കേറിയ നോട്ട് പോലെ ഉണ്ടല്ലോ. അതേ ബോസ്, സത്യ പറഞ്ഞത് ശരിയാ. എന്താ 3 പേര് വലിയ ഡിസ്കഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. അയ്യോ, വളരെ സീരിയസ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. നീ നടുവിൽ വിരൽ വെക്കല്ലേ. മര്യാദയ്ക്ക് പോ. പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ മുഖം വെച്ചിട്ട് വന്നിട്ടുണ്ടല്ലോ നീ സംസാരിക്കാൻ. ഇയാളെന്താ മനസ്സിലെന്തോ വിചാരിച്ചിട്ട് എന്നെ ചീത്ത പറയാണല്ലോ. അതും ആള് നല്ല കലിപ്പിലാന്ന് തോന്നുന്നു. ഇവിടുന്ന് പോകുന്നത് നല്ലത്. ബോസ് പറഞ്ഞ പോലെ മര്യാദയ്ക്ക് എണീറ്റ് പൊയ്ക്കോ. എന്താ നോക്കുന്നത്? നിന്നോട് പോകാനല്ലേ പറഞ്ഞ? ഇവിടുന്ന് പോകുന്നത് നല്ലത്. ഇല്ലേ ഉമാർ നമ്മളെ നല്ലോണം തല്ലും. എന്തു പറ്റി സത്യ? ഇത്ര സിൻസിയറായിട്ട് നീ പേപ്പറിൽ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല സന, ഈ വീടിനെ പറ്റി എന്തെങ്കിലും ഒരു ചെറിയ ഇൻഫർമേഷൻ കിട്ടുമെന്ന് തേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടേക്ക് വന്നിട്ട് 3 ദിവസമായില്ലേ? നമുക്കിതുവരെ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടായില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഇവിടെ എന്തെങ്കിലും ഡേഞ്ചർ ആയിട്ടുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അതാണ് എനിക്കൊന്നും മനസ്സിലാവാത്തത്. സത്യ, നീ നന്നായിട്ട് ആലോചിക്കേ. എന്താ ഈ നാട് നാശത്തിന് വേണ്ടി പ്ലാൻ ചെയ്യണമെന്ന് തോന്നുന്നു?
നാടിനെ നശിപ്പിക്കുന്ന രാജദ്രോഹികളാണ്. ഇത് ഞങ്ങളെ പോലുള്ളവർക്കല്ല. എന്റെ ദൈവമേ, അപ്പൊ എന്താ ചെയ്യുന്നേ? നീ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ ഭയപ്പെടുത്തുന്ന എന്താണ് പ്രശ്നം ആലോചിക്കായിരുന്നു. പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് വരില്ല മോനെ. ഒരുമിച്ച് വന്ന് എല്ലാവർക്കും പ്രശ്നം കൊടുക്കും. പ്രശ്നങ്ങളാണെങ്കിൽ ഞങ്ങൾ ശരിക്കും ആപ്പ് വയ്ക്കും. എന്റെ അമ്മോ, ഇവിടെ വരുന്ന എല്ലാവരും എല്ലാ കാര്യവും ഞങ്ങൾ നോക്കാമെന്ന് അതും ഇതും ഡയലോഗ് മാത്രം അടിക്കും. കുറച്ച് ദിവസം മുന്നേ നിങ്ങളെ പോലെ തന്നെ ഇവിടെ ഒരു ബാച്ച് വന്നു. നിങ്ങളെ പോലെ തന്നെയാ സംസാരിച്ചത്. ധൈര്യമാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞു. എന്നാലും അവർക്ക് പറ്റാതെ അവരിവിടുന്ന് ഓടിക്കളഞ്ഞു. നിങ്ങളുടെ കഥ എന്താ? നീ അതിനെ പറ്റി ഒന്ന് ആലോചിക്കുന്ന ബ്രദർ. അവരെ പോലെ ഓടുന്ന ബാച്ച് ഞങ്ങളല്ല. ഇങ്ങോട്ട് വാ. ആ വരാൻ സാർ. സാർ പറയൂ സാർ. എന്താടാ വളരെ നല്ലവനെ പോലെ അഭിനയിക്കുകയാണോ നീ? ഇല്ല സാർ. എൻ്റെ അടുത്ത് അഭിനയിക്കണ്ട. ശരി, ഇതിനു മുമ്പ് ഈ വീട്ടിലേക്ക് ഒരു 3 പേര് വന്നില്ലേ? അവർക്ക് എന്താ സംഭവിച്ചത്? എന്തോ സാർ എനിക്കറിയില്ല. നിനക്ക് എല്ലാം അറിയാം. ഡ്രാമ ചെയ്യാതെ മര്യാദയ്ക്ക് പറഞ്ഞേക്ക്. സാർ, അവരെ 3 പേരിന് കൂടെ ഒരു ഫോറിൻ ലേഡി ഉണ്ടായിരുന്നു സാർ. ഞങ്ങളെ പോലെ തന്നെ അവരും എല്ലാ കാര്യവും അറിഞ്ഞു വെച്ചിരുന്നു. പക്ഷേ അവർ തേടി വന്ന സാധനം അവർക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ മുഖ്യമായ കാര്യം എന്താണെന്ന് വെച്ചാൽ സാർ, ആ ഫോറിൻ പെണ്ണ് അന്ന് രാത്രി തൊട്ട് കാണാണ്ടായി പോയി. ശരിക്കും എന്താ സംഭവിച്ചത് ഞങ്ങൾക്ക് അറിയില്ല സാർ. യെസ്, നീ പറഞ്ഞത് ശരിയാണ്. അന്ന് രാത്രി ആ പെണ്ണ് മരിച്ചു പോയതും സത്യം തന്നെയാണ്. അത് കണ്ടിട്ടാണ് ആ 3 പേര് പേടിച്ചോടിയത്. ഇതൊക്കെ എനിക്കെങ്ങനെ അറിയാമെന്നല്ല നീ ആലോചിക്കുന്നത്. കാരണം ആ പെണ്ണിനെ കൊന്നത് തന്നെ ഞാനാടാ. എന്താ പേടിച്ചോയോ? ജസ്റ്റ് ജോക്കിംഗ്. ഇതാരായിരിക്കും? എന്നെ കൊല്ലാൻ എന്താ അവർക്ക് ആവശ്യം? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തു പറ്റിയടാ? ഇന്ന് നിന്നെ കാണാൻ നല്ല ഹാപ്പി ആണല്ലോ. ഒന്നുമില്ല മാഡം, ഫോണിൽ ഗെയിം കളിക്കാണ്. അത് ശരി, ഗെയിം കളിച്ചോണ്ടിരിക്കാ? അതെ മാഡം. കണ്ടല്ലടാ അവനെ. ഡാ സായ്. അതേടാ, ഇന്ന് നല്ല ഉഷാറായിട്ടുണ്ടല്ലോ. ശരിടാ, ഫോണിലൊന്നും വേണ്ട, നമുക്ക് ലൈവായിട്ട് തന്നെ ഗെയിം കളിക്കാം. ഓക്കെ, കേരി ഓൺ. ആടിയേക്കാം. എന്ത് ഗെയിം സാർ? പൂവാണോ തലയാണോ? നീ പറഞ്ഞത് വന്നാൽ നിനക്ക് എന്നെ തല്ലാം. വന്നിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ അടിക്കും. ഗെയിമിൽ നല്ല കിക്കുണ്ടല്ലോ. എൻ്റെ അമ്മോ, ഇവനെ അടിക്കാൻ ഇത് ഒറ്റ ചാൻസേ ഉള്ളൂ. ഇത് യൂസ് ചെയ്തിട്ട് ഇവനെ എങ്ങനെയെങ്കിലും തല്ലിയേ പറ്റുള്ളൂ. നന്നായി ആലോചിക്ക ഫ്രണ്ടേ. ഇനി നിന്റെ ഇഷ്ടം. ഓക്കെ സാർ, കളിക്കാം. ഈ ഗെയിം സൂപ്പറാണ്. ഓക്കെ ആണോ? എന്നാ എനിക്ക് ഓക്കെയാണ്. കോയിൻ ഇടാണ്. തല. സാർ വീണ്ടും പറയാം. ഓക്കെ. തല. സാർ, നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിമിന് വലിയ നന്ദി സാർ. ഞാൻ പോവാ.
അവിടെ എന്റെ ചുറ്റിലും ആരോ ഉണ്ട്, പക്ഷെ ഞാൻ കണ്ടില്ല. ശരി ടെൻഷൻ ആവല്ലേ, നീ ഇരിക്ക്. ഇല്ല, അവിടെ ആരോ ഉണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. ഞാൻ ഇന്ന് നിന്റെ കൂടെ ഇവിടെ ഉറങ്ങട്ടെ, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല, നീ ഇവിടെ സമാധാനത്തിൽ ഉറങ്ങാം. സായി, സണ, എന്ത് പറ്റി സത്യ? പറയൂ സത്യ. ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പിന്നെ എല്ലാവരുടെ ചോദ്യത്തിനും ഉത്തരം ഈ വീടാണ് പറയാൻ പോകുന്നത്. നോക്കൂ ഗൈസ്, ഈ വീട്ടിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യത്തിനും തീർവ് ഈ വീട്ടിലാണ് കിട്ടാൻ പോകുന്നത്. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ശരി, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? സിമ്പിൾ. ഇതുവരെ നമ്മൾ ഈ വീടിന്റെ അകത്താണ് നമ്മൾ ഫുള്ളായിട്ട് സെർച്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീടിന്റെ പുറം വശത്താണ് എല്ലാം സെർച്ച് ചെയ്യേണ്ടത്. എന്തെങ്കിലും ക്ലൂ കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. ഒരു നിമിഷം സത്യ, നീ പറയുന്നത് വിശ്വസിക്കാവോ? സത്യ പറയുന്നത് സത്യമായിരിക്കും. ദയവായി ഞങ്ങൾ ഇന്ന് സഹായിക്കൂ. യാ, ദാറ്റ് ഈസ് ഗുഡ്. ഇവിടെ നോക്കൂ ഗൈസ്, നിങ്ങളുടെ കാണലിൽ എന്തെങ്കിലും സംശയമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് വിടണ്ട നിങ്ങൾ, കാരണം അതുകൊണ്ട് നമുക്ക് ക്ലൂ കിട്ടാം. ഓക്കെ സന, ഈ കവർ എടുത്തോ. എന്തെങ്കിലും കിട്ടിയാൽ ഇതിൽ ഇട്ടേക്ക്. ശരി, എന്റെ കയ്യിൽ താ. ഈ വീട്ടിന്റെ പുറത്തുനിന്ന് കിട്ടിയ വസ്തു ഇതാണ്. ഇതെല്ലാം ഞങ്ങൾ നന്നായിട്ട് കണ്ടതാണ്. ഇതിൽ ഉപയോഗിക്കാൻ പറ്റിയത് ഒന്നുമില്ല. അധികമായിട്ടുള്ളത് ഈ പാവകൾ മാത്രമാണ്. പക്ഷേ ഈ പാവയെ ആരായിരിക്കും ഇങ്ങനെ കഷ്ണങ്ങളായി മുറിച്ചിട്ടത്? ഒരുപാട് ബൊമ്മകളുള്ളപ്പോൾ ഈ ബൊമ്മയെ മാത്രം ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താ? യെസ്, നീ പറഞ്ഞത് ശരിയാണ്. അതാണ് എനിക്കൊന്നും മനസ്സിലാത്തത്. ഒരുപക്ഷെ പ്രേതങ്ങൾ ഇങ്ങനെ ചെയ്തതായിരിക്കുമോ? അതെ, ഒരു പക്ഷേ അങ്ങനെ നടന്നിട്ടുണ്ടാവും. ഈ പാവയെ നിങ്ങൾ കണ്ടോ? കൈയും കാലും ഒക്കെ എങ്ങനെ തനിച്ചിരിക്കുന്നുവെന്ന്. എനിക്ക് തോന്നുന്നു ഈ വീട്ടിനകത്ത് പ്രേതങ്ങൾ ഉണ്ടാകുമെന്ന്. അയ്യോ, ഒന്ന് നിൽക്കും മാഡം. എപ്പം നോക്കിയാൽ നിങ്ങൾ പ്രേതത്തിനെ പറ്റി പറയുന്നു. അവര് പറഞ്ഞത് സത്യമാണ്. ഞാൻ വിചാരിച്ച പോലെ തന്നെ ആ ജോലിനും ആ പ്രേതം തന്നെ ചെയ്തിരിക്കണം. ഞാൻ പറഞ്ഞതല്ലേ ഈ വീട്ടില് പ്രശ്നമുണ്ടെന്ന്. വെയിറ്റ് ബ്രദേഴ്സ്, ഇതൊക്കെ ആരാണ് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആരാണ്? ആരുടെ സത്യ? പറയാം, സമയം വരുമ്പോൾ ഞാൻ തന്നെ പറയാം. എപ്പോ വരും സാർ? ആ ടൈം നിന്റെ മരണവും സ്റ്റാർട്ടാവൂടാ. ഒന്ന് നിർത്താവോ? എപ്പോ നോക്കിയാൽ രണ്ടുപേരും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക.
Na 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 na. Na 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 na. നിനക്ക് എന്റെ ലവറാണോ കിട്ടിയത്? ആ പോടാ അങ്ങോട്ട്. കിട്ടില്ല. നിങ്ങൾ എത്ര തപ്പിയാലും അതിന്റെ ഉത്തരം നിങ്ങൾ കിട്ടില്ല. എന്തിനു വേണ്ടി? അത് അങ്ങനെയാണ് ബ്രോ. ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കണ്ട, കുറച്ച് ക്ലാരിറ്റി ആയിട്ട് നിൽക്ക്. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തന്നെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. ആരാണ്? ഞാനാണ്. എന്താ നിങ്ങൾ വിശ്വസിച്ചോയോ? അയ്യോ, ജോക്ക് ചെയ്തതാണ്. നീ പറയുന്ന തമാശ കേട്ട ഞങ്ങൾക്ക് ഛർദിക്കാനാ വരുന്നത്. എന്തു പറ്റി സർ? എന്താ തനിച്ചു നിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല സന. നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുമ്പോ നിങ്ങൾ എന്തിനെയോ കുറിച്ച് നല്ലോണം ആലോചിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താ എന്നോട് പറയാൻ പാടില്ലേ? അങ്ങനൊന്നുമില്ല സന, നിന്നെ പറ്റിയാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്. എന്നെ കുറിച്ചോ? അതെ സന, നീ എന്റെ ടീമിലുണ്ടാവും ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ നീ എന്റെ ലൈഫിലുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. നമ്മുടെ ജേണിയിൽ നിനക്ക് നടക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചാൽ എനിക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിന്നെ ഈ ഹൗസിലിരുന്ന് പുറത്തേക്ക് വിടാന്ന് വിചാരിക്കുന്നു. എനിക്ക് നിങ്ങളോട് സ്നേഹം വന്നപ്പോഴേ മനസ്സിലായി, എങ്ങനെയുള്ള പരിതസ്ഥിതിയിലും ഞാൻ നിങ്ങളോടൊപ്പമായിരിക്കും. ദയവായി നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ ശ്രമിക്കരുതേ പ്ലീസ്. എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. ജമ്പലിംഗം, രാത്രി ഉറങ്ങുമ്പോ നീ കൂർക്കം വലിക്കോ? എന്താടാ, എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? ഒന്നല്ലടാ, കൂർക്കം വലിക്കുന്നതിന് എനിക്ക് ഇഷ്ടമല്ല. അയ്യോ, അപ്പൊ പെണ്ണുങ്ങൾ കുറട്ട് വിട്ടാലോ? പെണ്ണാണെങ്കിൽ ശരി, നോ പ്രോബ്ലം. നിന്നെ ഒന്നും മാറ്റാനേ പറ്റില്ല. ആ കാലം മുതൽ ഈ കാലം വരെ പെണ്ണുങ്ങൾ എന്ത് ചെയ്താലും ഓക്കേടാ. അതിന്റെ എക്സാമ്പിൾ പറയട്ടെ. ഇപ്പൊ ഇവിടെ ഒരു പെണ്ണുണ്ടെന്ന് വെച്ചോ, അവള് വേണ്ടാന്ന് പറഞ്ഞാലും നമ്മൾ പോസിറ്റീവായി എടുത്തേക്കും. അവള് നമ്മളെ പറ്റിച്ചാലും പോസിറ്റീവായി എടുത്തേക്കും. അറ്റ്ലീസ്റ്റ് അവള് നമ്മളെ നാറ്റിച്ച് കളഞ്ഞാലും അത് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തേക്കുള്ളൂ. അതേടാ, സത്യം തന്നെയാണ്. അതാണടാ ആണുങ്ങളുടെ മനസ്സ്. നമ്മൾ വളരെ നല്ലവരാണടാ. ഇവിടെ നോക്ക്, എനിക്കൊരു ചെറിയ സംശയം. ഇത്ര നേരം നീ പിള്ളേരുടെ മനസ്സ് പറ്റി പറഞ്ഞു, പിന്നെ പെണ്ണുങ്ങളുടെ മനസ്സ് പറ്റി പറ. പെണ്ണെന്ന് പറഞ്ഞാൽ പ്രേതമാണടാ, നമ്മുടെ രക്തം വലിച്ചു കുടിക്കും. ഇന്നൊക്കെയുള്ള ലെസൺ ഇത് മതി, പുറപ്പെട്. എന്താ സത്യ ഇപ്പൊ വരാൻ പറഞ്ഞ് മെസ്സേജ് ചെയ്തത്? കറക്റ്റായിട്ട് ഉറക്കം വരുമ്പോഴാണ് ഈ മെസ്സേജ് വരുന്നത്. എടാ, നമ്മളൊരു ഇമ്പോർട്ടന്റ് ആയ ജോലിക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനേക്കാളും നമുക്ക് വേറെ ഒന്നും മുഖ്യമല്ല. അത്ര അത്യാവശ്യമുള്ള കാര്യം നടുരാത്രിയിലാണോ? കാലത്ത് നോക്കാം. എടാ ലൂസ്, ആ മുഖ്യമായ ജോലി ചെയ്യുന്ന നേരം ഇതാണ് ശരിയായുള്ള സമയം. എന്താണ്ടത്? പറയാം, വാ. എന്താ സത്യ ഈ അർദ്ധരാത്രിയില് ഇവിടെ വിളിച്ചോണ്ട് വന്നേക്കുന്നേ? എടാ, നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് നന്നായിട്ട് തോന്നുന്നുള്ളത്. ആദ്യം അത് നോക്ക്.
എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ, എന്നെ വിട്ടേക്ക്. ഇവിടെ എല്ലാം ഒരേപോലെ ഉണ്ട്. ഈ സമയത്ത് നമ്മൾ എന്തന്വേഷിച്ചാലും ഒന്നും കിട്ടൂലടാ. ശരി, വാടാ പോവാ. ശരി, പോവാൻ നോക്ക്. ജയ് സാംബവി. ഓം സാംബവി. മരണം, മരണം ഈ വീടിനെ തുരത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും അത് തുരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീടിന് ചുറ്റും മരണം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. മരണം തന്നെയാണ്. നിങ്ങൾക്കറിയാതെ ഈ വീട്ടില് ഒരു മോശക്കാരിയായ പിശാച് നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. സ്വാമി, നിങ്ങൾ ആരാണ്? ജി, തന്ത്ര ജി, ആ ദുഷ്ടശക്തിനെ അവസാനിപ്പിക്കാൻ ലക്ഷ്യമായി നടക്കുന്ന ദൈവീക ശക്തി. പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? നിനക്കറിയാത്ത കാര്യങ്ങൾക്ക് നിന്നെ അറിയിക്കാനായി, നിങ്ങളെ തുരത്തിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട്. മനസ്സിലായോ? മനസ്സിലായോ? അതെ സ്വാമി, നിങ്ങൾ പറഞ്ഞ പോലെ ഈ വീട്ടില് പേടിപ്പിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഉത്തരവില്ലാത്ത ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഡാമിറ്റ്, ആ ക്വസ്റ്റ്യന് ആ കാലം തന്നെ ബദൽ പറയും. എല്ലാത്തിനും കാലം മറുപടി പറയുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ ഇവിടെ നമ്മുടെ ജീവിതം അവസാനിച്ചു കഴിയും മോനെ. ഇയാള് പറയുന്നൊക്കെ കേൾക്കണ്ട സ്വാമി, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. ആദ്യം നിങ്ങളുടെ റൂം ഞങ്ങൾക്ക് കാണിച്ചു തരൂ. രുദ്ര, പറയൂ ഗുരു. മനസ്സിലായി. ഈ മുറിയിൽ ഒരു കാര്യവും ഒട്ടും ശരിയല്ല. അതുകൊണ്ടാണ് നരബലി ചോദിക്കുന്നത്. നരബലി ചോദിക്കുന്നു. മരണം ഈ വീട്ടിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീട് കാലി ചെയ്ത് പോകുന്നതാണ് നല്ലത്. മനസ്സിലായോ? അപ്പൊ ഇതിന് പരിഹാരം ഒന്നുമില്ലേ സ്വാമി? ഉണ്ടനിയ. അതുകൊണ്ടാണ് അത് നരബലിയാണ്. നരബലി എന്ന് വെച്ചാ ആളെ കൊല്ലുന്നതാണോ സ്വാമി? അതില്ലാതെ വേറെ വഴിയൊന്നുമില്ല സ്വാമി. വേറെ വഴി ഉണ്ട്. അതിന് സമമായ ചണ്ഡി പൂജ ചെയ്യണം. ചണ്ഡി പൂജ. നിങ്ങൾ നിങ്ങളുടെ അന്ധവിശ്വാസവും ഞാനിവിടെ ഒന്നുമില്ലെന്ന് പറയല്ലേ. രാഹു നല്ലത് ചെയ്യണമെന്ന് വിചാരിച്ചാലും കേതു നടുവിൽ വരുന്നല്ലോ. രുദ്ര, ഗുരു, ചണ്ഡി പൂജയ്ക്ക് ഏർപ്പാടുകൾ ചെയ്യൂ. ശരി ഗുരു. പുറപ്പെടേ.
ശാംഭവി. അല്ല സ്വാമിജി, ഇതോടൊപ്പം ആ ദുഷ്ടശക്തി ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുമോ? തിരക്ക് പിടിക്കല്ലേ മകളെ, നാളെ നേരം വെളുത്താൽ അതിനെപ്പറ്റി മനസ്സിലാവൂ. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ഭയപ്പെടാതെ ഇഷ്ടമുള്ള ദൈവത്തിനെ വണങ്ങിക്കോളൂ. എല്ലാവരും പോയി സുഖമായി ഉറങ്ങിക്കോളൂ. ഒരു സെക്കൻഡില് ആ ദുഷ്ടശക്തി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ജാഗ്രതയായിരിക്കണം. ചേട്ടാ, ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ കിടന്നോട്ടെ? വായടക്കട, എന്റെ കൂടെ കിടക്കുന്നു. ഭ്രാന്താണോ നിനക്ക്? ഇതൊക്കെ ട്രാഷാണ്. സൂര്യൻ ഉദിക്കണം എന്ന് പറയണ്ടല്ലേ? നോക്കട്ടെ, കാണിക്കാം. പേടിക്കണ്ട. അമ്മ, അമ്മ. എടാ മച്ചാനെ, നമ്മളൊന്നും ഇവിടെ പിച്ചെടുക്കാൻ വേണ്ടി വന്നതല്ല, കണക്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വാ, ഡയറക്റ്റ് ഉള്ളിൽ പോവാം. വരൂ. നിങ്ങളൊക്കെ ആരാടാ നേരെ വീടിന്റെ അകത്ത് വരുന്നു? നിങ്ങളുടെ എല്ലാവരുടെയും കണക്ക് തീർക്കാൻ വന്നേക്ക. ഞങ്ങളുടെ കണക്ക് തീർക്കാൻ പോവാണോ? ആരടാ നീ? ജനങ്ങളുടെ കണക്കെടുപ്പിന് വന്നതാ സാറേ. ജനങ്ങളുടെ കണക്കെടുപ്പിന് ഒരുത്തനല്ലെങ്കിൽ രണ്ടുപേര് വരും. നിങ്ങൾ എന്താണ് ഫാമിലിയോടെ വന്നിരിക്കുന്നത്? ഫാമിലി കണക്കെടുക്കാൻ വിത്ത് ഫാമിലിയോടെ വന്നേക്കുന്നേ. എന്നെ പോലെ അങ്കിൾ സാർ ആരാ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ നോട്ട് ചെയ്യുന്നത് ഞാനാണ്. എന്നെ പോലെ എങ്ങായ ചക്കന്മാർക്ക് ഞാന്, എന്നെ പോലെ ലവർ ബോയായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഞാൻ. എന്നെ പോലെ സുന്ദരിയായ പപ്പടം. ചിച്ചി പെണ്ണുങ്ങൾ, നിങ്ങളെ ഫോളോ ചെയ്ത് എന്റെ ഫ്ലോ പോയി. നിങ്ങൾ എല്ലാരെയും കാണുമ്പോൾ ഏതോ ഒരു ഫാമിലി ആയിട്ട് സർക്കസിൽ ജോലി ചെയ്യുന്ന പോലെ ഉണ്ട്. നിങ്ങൾ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുക? ഇന്നത്തോടെ ഇവരുടെ കണക്കൊക്കെ തീർക്കണം. എന്നെ തടുക്കല്ലേ, എന്നെ തടുക്കല്ലേന്ന്. നിങ്ങളെങ്കിലും പറയൂ സാർ, പ്ലീസ് സാർ. അവൻ ആരാ? അവൻ ആർക്കാ ഫോൺ ചെയ്തേ? നിങ്ങൾ കണക്കെടുക്കാൻ കോഓപ്പറേറ്റ് ചെയ്യുന്നില്ലെന്ന് ഗവൺമെന്റ് ഓഫീസിലേക്ക് ഫോൺ ചെയ്യാണ് സാർ. എന്ത്, ഈ കാര്യത്തിനൊക്കെ ഓഫീസേഴ്സ് ഫോൺ ചെയ്യോ? സാരല്ല വിട്, ജനങ്ങളുടെ കണക്കെടുക്കാൻ വേണ്ടി ചോദിക്കല്ലേ, പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ എഴുതിക്കോളൂ സാർ. അതെ, ആ പേടി ഉണ്ടാവണം. ശരി ശരി, എഴുതിയേക്ക്. എന്റെ പേര് അബി. നിർത്തണം സാർ, ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞില്ല. ഇപ്പൊ എന്തിനാ തിരക്ക് പിടിക്കുന്നേ? ലേഡീസ് ഫസ്റ്റ്. നിങ്ങളുടെ പേര് പറയൂ മാഡം. എന്റെ പേര് ധന, ഏജ് 23. എന്റെ പേര് അബി, ഏജ് 25. ഇവനെ ഇവന്റെ മോന്തക്കുട്ടി. എന്റെ അമ്മോ,
എന്റെ പേര് രത്നാകർ റാവു. സിനിമ ചാൻസ് ചോദിക്കാൻ വന്നപ്പോൾ എന്തിനാണ് അത്ര പോസ്? വയസ്സ് പറ. 26. ആ next. പേര് പറ. നിന്നെ ഞങ്ങൾ പെണ്ണ് കാണാൻ വന്നല്ല, പേര് പറ. എന്റെ പേര് സന, ഏജ് 23. നെക്സ്റ്റ്. സായ്, സർക്കാർ സായ്. നെക്സ്റ്റ് ഐറ്റം. എന്റെ പേര് സത്യ, ഏജ് 30. ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളല്ലോ. ശബ്ദം കേൾക്കുന്ന ആളെ കാണാനില്ലല്ലോ. എവിടെയാണ് ഉള്ളത്? എന്റെ പേര് സത്യ, ഏജ് 30. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എല്ലാവരുടെ പേരും വയസ്സും പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞാട്ടെ. അയ്യോ, ഒന്നും മനസ്സിലായില്ലല്ലോ. എന്ത് പറ്റി മച്ചാനെ? അല്ല മാമ, ഇവരുടെ ഫാമിലി ബന്ധത്തെ പറ്റി എഴുതുന്നതിനേക്കാൾ നല്ലത് TV സീരിയലിൽ വരുന്ന ബന്ധത്തിനെ പറ്റി മനസ്സിലാക്കുന്നത് വളരെ ഈസി. ഒരു കാര്യം, ഇവരുടെ ബന്ധത്തിനെ പറ്റി നമുക്ക് മനസ്സിലാക്കണം വെച്ചാൽ നമ്മുടെ ഫാമിലി മൊത്തം ഇവിടെ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഇവിടെ ഇരുന്ന് എന്താ ചെയ്യാൻ പോണു സാർ? ആദ്യം തൊട്ടാ ഞാനിപ്പോ എല്ലാവരും വിളിക്കാം. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നവരെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തേക്ക്, ഒരു പ്രശ്നവുമില്ല. താങ്ക് യു സർ. ഇയാളാണ് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുന്നത്. വരൂ, എല്ലാവർക്കും അകത്ത് പോവാം. പൊയ്ക്കോ പൊയ്ക്കോ, നിങ്ങളുടെ കണക്ക് ഞാൻ ശരിയാക്കാം. എന്റെ അമ്മോ, മാമ വീട്ടിനകത്ത് എങ്ങനെയെങ്കിലും ഇവിടെ എത്തിപ്പെട്ടു. എന്നാൽ നമ്മുടെ ലക്ഷ്യം, ഉദ്ദേശം ഓർമ്മയില്ലല്ലേ? ഡേ കുള്ള, നിന്റെ കുറുമ്പത്തരം കാണിച്ച് ആകെ നാശാക്കല്ലേ. എടാ അഖിലേ, നിന്നെ ലവറിന്റെ കൂടെ ലവേഴ്സ് കാണിക്കാൻ വേണ്ടി അല്ല കൂട്ടിക്കൊണ്ടുവന്നത്. നമ്മുടെ ഉദ്ദേശം, ലക്ഷ്യം ഓർമ്മയുണ്ടല്ലേ? എല്ലാവരും കൈ മുന്നോട്ട് വെക്കൂ. ശ്വാസം പോട്ടെ, ജീവൻ പോട്ടെ, നമ്മുടെ ആവശ്യം ഒന്നാണ്. ആ രഹസ്യത്തെ കണ്ടുപിടിക്കണം. സാർ, എന്താണ് രഹസ്യം? രഹസ്യം എന്ന് വെച്ചാ സീക്രട്ട്. അതാ, ആ സീക്രട്ട് എന്താണെന്ന്? സീക്രട്ട് എന്ന് വെച്ചാ രഹസ്യം. ആർക്കും ഡൗട്ട് ഇല്ലാതെ ഇന്ന് തൊട്ട് നമ്മുടെ പണി അങ്ങോട്ട് തുടങ്ങാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് വരുന്ന പോലെ എന്തെങ്കിലും കിട്ടിയാൽ അത് വിട്ടുകളയരുത്, എന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോകും. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോകും. ശരിയാളയാ. ഹേയ്, നീയാ കയറേണ്ടത്. അല്ല അല്ല, നീ ലൈറ്റ് ആയിരിക്കും. ഈ രാത്രിയില് കിച്ചണിൽ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? നീ തന്നെ കേറിക്കോ, ഞാൻ നിന്നെ പൊക്കിക്കോളാം. അങ്ങനെയെങ്കിൽ നിന്റെ ഇഷ്ടം, നിനക്ക് എന്നെ താങ്ങാൻ പറ്റില്ല. അത് നമുക്ക് നോക്കാന്നേ. ശരി വാ. എന്റെ പൊന്നോ, നീ ഇവിടെ പിടിച്ചേക്ക്. അവിടെ തന്നെ നോക്കി സൂക്ഷിച്ച്. ആടല്ലേ, അയ്യോ എത്ര ഗാനമാണ് നീ. നിന്റെ വെയിറ്റ് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ശരി ഓക്കെ, ഇതാ പിടി. അകത്ത് എന്താ സംഭവിക്കുന്ന അറിയുന്നില്ലല്ലോ. ഇതെല്ലാം എത്ര ചെറുതായിരിക്കുന്നേ. എന്റെ ചെറുതോ? ഒന്ന് നിർത്തേക്ക്. നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഇത് ചെയ്യാനല്ല ബെഡ്റൂം ഉള്ളത്. കിച്ചണിൽ എന്താ നിങ്ങൾ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നത്? ഓംലെറ്റ് കിച്ചണിലാണോ ഉണ്ടാക്കേണ്ടത് അതോ ബെഡ്റൂമിലോ? ഓ, നിങ്ങൾ ഇടാൻ പോകുന്ന ഓംലെറ്റ് ആണോ? ആ ക്യാരി ഓൺ, നന്നായിട്ട് ഇട്ടോളൂ.
മച്ചാനെ ആ കഥയിലെ മരുമകൻ അമ്മാനച്ചനെ കൊന്നു കഴിഞ്ഞു. അപ്പോഴിവിടെ അമ്മാനച്ചൻ മരുമകനെ കൊന്നു. പോടാ അവിടുന്ന്. സാരി മച്ചാനെ, ഇരുട്ട് ചുറ്റാൻ വല്ലാതെ പേടിയാവുന്നുണ്ട്. അതാ ധൈര്യം വരണം എന്ന് പറഞ്ഞിട്ട് ഈ മരുന്ന് കുടിച്ചോണ്ടിരിക്കുന്നത്. ഇതിനു ശേഷം ഇങ്ങനെ സംഭവിക്കില്ലെന്നേ. സോറി, ക്ഷമിച്ചേക്ക്. നമ്മുടെ ഉദ്ദേശം എന്താ? നമ്മുടെ ലക്ഷ്യം എന്താ? പോണെങ്കിൽ പോട്ടെ, കൈ പോട്ടെ. പോണെങ്കിൽ പോട്ടെ, കാല് പോട്ടെ. ശ്വാസം പോട്ടെ, ജീവൻ പോട്ടെ. നമ്മുടെ ആവശ്യം ഒന്നാണ്. ആവശ്യം എന്താണ്? കണ്ടുപിടിക്കണം, കണ്ടുപിടിക്കണം, കണ്ടുപിടിക്കണം. അമ്മാവ, അമ്മാവ, അമ്മാവോ, അമ്മാവ. എന്തിനാടാ എന്റെ ജീവനോടെ കളിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാടാ ചെയ്തത്? അന്ന് എന്റെ അച്ഛനെ കൊന്നു, ഇപ്പൊ എന്റെ അമ്മാവനെയും കൊന്നു കഴിഞ്ഞു. ഞാൻ എന്ത് തെറ്റാടാ ചെയ്തേ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞങ്ങള് കൊന്നു കളഞ്ഞു. ആദ്യം നിന്റെ അച്ഛനാരാടാ? ആരെന്നോ? ഒരു മന്ത്രിക്ക് വന്നില്ലേ, അയാളുടെ മോനാ ഞാൻ. പറയടാ, ആരാടാ കൊന്നത്? എന്തിനാടാ കൊന്നത്? ആരാണ് ചെയ്താലും അവൻ മുന്നോട്ട് വന്നില്ലെങ്കിൽ അവന് ഞാൻ വെറുതെ വിടൂല. ഇതുവരെ നടന്നൊക്കെ മതിയടാ, അതങ്ങ് വിട്ടേക്ക്. ഇവിടെ നിന്ന് പോയേക്കാം, വാടാ. ഇവിടെ നമ്മൾ ഉണ്ടെങ്കിൽ ചത്തുപോവും. ചത്തുപോയത് നിന്റെ തന്തയല്ലടാ, എന്റെ അച്ഛനാ. അതെ, അതുകൊണ്ടല്ലേ അന്ന് അത്ര കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്നത്. എടാ മച്ചാനെ, നിന്റെ അച്ഛൻ മരിച്ചുപോയത് മർഡർ എന്നാണ് പറയുന്നത്. നമ്മളവിടെ പോയിട്ട് സത്യം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഇതൊക്കെ ആരാണ് ചെയ്തത്, എങ്ങനെയാ ചെയ്തതെന്ന് നമുക്ക് പോയി കണ്ടുപിടിക്കാം. ഞാൻ നിങ്ങളുടെ കൂടെ വരാടാ. അതേടാ, നിനക്ക് സഹായിക്കാൻ ഞാൻ വരാം. ഞാനും നിങ്ങളോടൊപ്പം വരാം. ഇതെല്ലാം മറന്നിട്ട് നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ശരി, ഞാൻ മാത്രം പോരാടിയേ തീരുള്ളൂ. ഇവിടെ സിറ്റുവേഷൻ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുണ്ട്. നീ പെട്ടെന്ന് തന്നെ സനനെ കൂട്ടിക്കൊണ്ട് ഇവിടെ പുറത്തേക്ക് പോയേക്ക്. ശരി, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോളൂ. ഞങ്ങൾ വരട്ടെ. Take care. Okay.
അഖിലെ കഥ തുറക്കടാ. അഖിലേ അഖിൽ അഖിലേ ഇന്നിവിടെ എത്ര പിശാചുക്കൾ ഉണ്ടാവോ? ഈ പിശാചുക്കളായിരിക്കും എന്റെ അച്ഛനെ കൊന്നത്. ഞാനിവിടെ നിന്ന ആ പിശാചുക്കൾ എന്നെയും കൊന്നുകളയും. ഇവിടെ നിൽക്കാൻ പാടില്ല. ജോൺ രംഗ എവിടെയുള്ളതെന്ന് അറിയില്ല. എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക? എന്താ ഇവിടെ നടന്നത്? രവലി, നിന്നോടും ഒന്നും പറഞ്ഞില്ലേ? ഇല്ല ധന, ഏതൊരു കാര്യം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറയുന്നതാണ്. ഞങ്ങളോട് പോലും പറഞ്ഞില്ല. എന്തുണ്ടായെന്ന് പോലും അറിയുന്നില്ല. അവനെ കാണുമ്പോ പുലി പോലെ ഉണ്ടെങ്കിലും ഉള്ളിനകത്ത് പൂച്ചയാണ്. അവൻ വന്ന ആദ്യത്തെ ദിവസം എനിക്കറിയാം അവൻ ഒരു പൂച്ചയാണെന്ന്. അവനും അവന്റെ ഒരു ബിൽഡപ്പും. രത്നാകർ, എന്നോ ഒരിക്കൽ നടന്ന കാര്യം പറയണ്ട. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറ. ഇല്ലെങ്കിൽ എല്ലാവർക്കും അത് റിസ്ക് ആണ്. ഇതൊന്നും ഭാഗവല്ല ശിവകായന്മാര് അത് ഇത് പറഞ്ഞു. അവന്റെ അച്ഛന് സംഭവിച്ച പോലെ തന്നെ അവനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുന്ന തോന്നുന്നത്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല. അങ്ങനെ സംഭവിച്ച ബോഡി എവിടെയെങ്കിലും ഉണ്ടാവില്ലേ? അങ്ങനെ രംഗയ്ക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. എന്താ എല്ലാവരും കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി കൂടിയിരിക്കുന്നു തോന്നുന്നു. പ്രധാനപ്പെട്ട കാര്യമൊന്നുമില്ല, അത് നിനക്ക് വേണ്ടിയാ. എന്താ, എന്ത് പറ്റി? ആ രംഗയെ കാണാതെ പോയി. ഓ, അതാണോ? അവൻ രാത്രി പേടിച്ചിട്ട് എന്റെ റൂമിന്റെ വാതിൽ തട്ടി. വേണമെന്ന് വെച്ചിട്ടാ ഞാൻ ഡോർ ഓപ്പൺ ചെയ്യാതിരുന്നേ. കുറച്ചു നേരം കഴിഞ്ഞ് ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തു വന്ന് നോക്കിയാൽ പ്രേതെന്ന് വിചാരിച്ച് പേടിച്ച് ഓടി കളഞ്ഞു. അങ്ങനെ വെച്ചാൽ ഈ വീട്ടില് പ്രേതമുണ്ട്. എല്ലാരും ഇത്ര പേടിച്ചൊന്നും നോക്കണ്ട. പേടിച്ച് ഞാൻ അങ്ങ് മരിച്ചു പോവും. ജസ്റ്റ് ജോക്ക് ചെയ്തതാണ് ഞാൻ. ഇതുവരെ നടന്നതൊക്കെ ആലോചിച്ച സത്യത്തിൽ പിശാചുണ്ടെന്നുള്ളത് സത്യമാണ്. പ്രേതമുണ്ടെന്ന് പേടിക്കണ പകരം ഇവിടെ ഇരിക്കുന്നത് സേഫ് അല്ലാന്ന് വിചാരിക്കണവര് ഇവിടെ ഇരിക്കണ്ട, പുറത്തു പോയിക്കോ. കാശ്മീറയ്ക്ക് ഭയപ്പെടാത്ത വംശമാണ് ഞങ്ങളുടേത്. ഈ പിശാചുകളൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. അവരെ തകർത്ത് കളയും ഞങ്ങൾ. ഇവിടുന്ന് നമ്മൾ പോയാൽ ഇവളെ പിടിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. റവളി, രംഗ നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും പോയിണ്ടാവുക. നമ്മൾ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ രംഗ വരുന്നവരെ നമ്മളോട് ഉണ്ടാവണം. നീ എന്താ പറയുന്നേ? പുറത്ത് ചെന്ന് പ്രശ്നത്തിൽ കുടുങ്ങുന്നതിനേക്കാളും ഇവിടെ ഇരിക്കുന്നതാണ് നല്ലത്. ഇവിടെ എല്ലാരും ഉള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടാം. നീ എവിടെയുണ്ടോ അവിടെ തന്നെ ആയിരിക്കും അഖിൽ. നീ ഇതൊക്കെ എന്നോട് പ്രത്യേകിച്ച് പറയണോ അഖിൽ? എടാ, ഫോണ് റിങ്ങാന്നിട്ട് നോക്ക്. എന്താ ആലോചിക്കുന്നത്? ഇപ്പൊ വരെ ഈ വീട്ടില് 3 കൊലയാ സംഭവിച്ചത്. ജീവനോടെ ഇരിക്കുന്നവര് പ്രേതത്തിനെ കുറിച്ച് പേടിക്കുന്നു. ഇവിടെ എന്താ നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എപ്പോഴും പ്രേതത്തിനെ പറ്റിയാണോ? ഈ ചിൽ ക്ലൈമറ്റില് ചൂടുള്ള കോഫി കുടിക്കുമ്പോ ഒരു റൊമാൻറ്റിക് ഫീൽ ഇല്ലേ? അപ്പൊ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കണം, അല്ലാതെ പ്രേതം പിശാചെന്ന്. തൊട്ടടുത്തിരിക്കുന്ന സുന്ദരിയായ പിശാചിനെ കാണുന്നില്ലേ? ഈ പെണ്ണുകളത്ത് എന്തോ മാജിക് ഉണ്ട്. സംസാരിച്ചെന്നെ മയക്കിക്കളയും, കണ്ണുകൊണ്ട് തന്നെ കൊന്നുകളയും. എത്ര വലിയ പ്രശ്നം വന്നാലും ഈ ഭൂലോകത്തിന് തന്നെ മറക്കാൻ വെക്കും.
പറഞ്ഞതുപോലെ നിന്റെ ലോകം മറന്ന് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാനാണ് നിന്റെ ലോകം. എന്തു പറ്റി സർ ഇവിടെ വന്നിരിക്കുന്നേ? എന്താടാ മോനെ, ഈ ബംഗ്ലാവിൽ ഒരു മരണം നടന്നെന്നും പറഞ്ഞു, അതുകൊണ്ടാ വന്നത്. റെഡി ചേട്ടാ, SI സാർ പറയാൻ നേരം കൊടുക്കോ ഇല്ലയോ? അതിന് ഞാനെന്താടാ പറഞ്ഞേ? നമ്മൾക്ക് വന്ന ഇൻഫർമേഷൻ കറക്റ്റാ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി കൺഫേം ചെയ്തു. അതിന് ഫീൽ ചെയ്താലെങ്ങനെയാ? നോക്കൂ മിസ്റ്റർ, ഇവിടെ കൊലപാതകം നടന്നെന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ വന്നു. നീ ഞങ്ങളോടൊപ്പം കോപ്പറേറ്റ് ചെയ്താൽ നിന്റെ കേസ് ഞങ്ങൾക്ക് സോൾവ് ചെയ്യാം. അണ്ടർസ്റ്റാൻഡ്? സാർ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഇവിടെ ഒരു മർഡർ നടന്നിട്ടില്ല സാർ. നിങ്ങൾക്ക് ആരോ തെറ്റായിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. എടാ എന്താടാ, ഞങ്ങളുടെ SI സാറിന് മർഡർ നടന്നുവെന്ന് കംപ്ലൈന്റ് വന്നോ? പറയുന്നത് മനസ്സിലായില്ലേ? നിങ്ങൾ വരണം സാർ. നിങ്ങൾ എന്തിനാ എന്റെ അടുത്ത് പെർമിഷൻ ചോദിക്കുന്നേ? എന്താടാ നീ ഞങ്ങളെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു? ഞങ്ങളെ കണ്ട വാച്ച്മാൻ പോലെ ഉണ്ടോ? പോലീസ്. റെഡി സാർ, എന്താ നിങ്ങൾ ഞങ്ങളുടെ SI സാറിനെ കണ്ടാൽ സെപ്റ്റി ടാങ്കിനെ പോലെ ഉണ്ടോ ഇങ്ങനെ സംസാരിക്കുന്ന? കൺട്രോൾ യുവർ ഡേർട്ടി മൗത്ത്. ഏയ് മാറി. SI സാറിന് ദേഷ്യം വന്നാൽ മനുഷ്യനായിരിക്കില്ല. മാറി നിൽക്കേ. മർഡർ നടന്നിട്ടില്ലെന്ന് പറഞ്ഞതല്ലേ? എടാ മാറി നിക്കടാ, അകത്തു പോണം. എന്താ സാർ? അതേടാ, നീയാണ് SI, ഞാൻ കോൺസ്റ്റബിൾ. സോറി സാർ. ഡേയ് 302 നീ വലതു വശത്തേക്ക് പോ. ഡേയ് 402 നീ ഇടതു വശത്തേക്ക് പോ. 202 നീ മേലെ പോ. അറിയാ സാർ, എന്നെ മേലെ പോകാനേ പറയുള്ളൂന്ന്. ആ ചെല്ലേ സാർ. കൊല്ലപ്പെട്ട ശവശരീരം കിട്ടിക്കഴിഞ്ഞാൽ കൊല്ല ചെയ്തവനെ സെക്ഷൻ 302 ഇടാൻ പോകുന്നത്. റെഡി ചേട്ടാ, ആ വിഷയാన్ని എന്തിനാ ഇപ്പോൾ SI സാറിനോട് ചോദിക്കുന്നേ? കോർട്ട് സെക്ഷനിലಂತ ജഡ്ജ് അല്ലേ നോക്കേണ്ടത്. റെഡി സാർ, എന്താന്ന് വെച്ചാൽ SI സാറിന് സെക്ഷന് കോർട്ട് കുറിച്ച് അറിയുമോനെ ചെക്ക് ചെയ്യുന്നതാണോ? അതൊന്നും അല്ലടാ. ഷട്ട് അപ്പ് യുവർ കമന്റ്സ്. ആദ്യം ഡെഡ് ബോഡി അന്വേഷിക്കൂ. ഇഡിയറ്റ്സ്. ആ പോയിക്കോളാം സാർ. SI സാർ ഇപ്പൊ ഇംഗ്ലീഷ് നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. ജാഗ്രതയായിട്ട് ഇരുന്നോണം, എവിടെയെങ്കിലും വിരല് വിട്ടേക്കല്ലേ. എന്താടാ ഇതൊക്കെ? ഓളെ അല്ല, ആരാ അത്? ആരാന്ന്? എന്താ തമാശ കളിക്ക? എന്താണ് സാർ? വാതിൽ തുറന്നു നോക്കിയപ്പോ നിങ്ങൾ പിശാച് നിൽക്കുന്ന പോലെ. ഇവിടെ നിന്നാ ഞാന് സാർ കാണാൻ അമ്മേനെ പോലെ ഉണ്ട് സാർ.
സാർ, പുറത്തുനിന്ന് നോക്കുമ്പോ വീട് നല്ല റിച്ച് ആയിട്ട് തോന്നും. പോലീസ് ഡ്രസ് വാടകയ്ക്ക് എടുത്തിട്ട് മോഷ്ടിക്കാൻ വന്നതാ. ഇവിടെ ഒന്നുമില്ല സാർ, നമുക്ക് പോകാം. മോഷ്ടിക്കാൻ വന്നിട്ട് നമ്മളെല്ലാം മോശം പോയി സാർ. ആ പിശാചിന്റെ കൈകൊണ്ട് നമ്മൾ ചത്തുപോയെന്നിരിക്കും. അതേടാ വെങ്കട്ട്, നമ്മളെ വീട്ടിൽ മോഷ്ടിക്കാൻ വന്നതല്ലേ. ആ പിശാച് നമ്മളെ കൊന്നുകളയും. നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ട് ഗോവയിൽ പോയി ബീർ വിൽക്കാം. അതെ സാർ, మనం ജീവനോട് ഉണ്ടെങ്കിൽ ബീറും വറുത്തമീനും വിറ്റുകൊണ്ട് ജീവൻ ജീവിക്കാം. അതെ സാർ, మనం ഈ സ്ഥലത്ത് നിന്ന് ഓടുന്നതാണ് നല്ലത്. വരൂ 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 വരൂ, നമുക്ക് വേറെ ഏതെങ്കിലും നല്ല വീട് നോക്കാം. നമുക്ക് അവിടെ മോഷ്ടിക്കാം. ഈ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കണ്ടാലേ എപ്പോ എന്താ സംഭവിക്കുന്ന പേടിയാണ് സത്യ. ഈ വീട്ടില് പ്രേതമുണ്ട്. ആ എന്ത് തമാശ പറഞ്ഞാണോ? ഒരുപക്ഷെ പ്രേതം ഉണ്ടെങ്കിൽ അത് നമ്മളെ പേടിപ്പിക്കണല്ലോ. അവരൊക്കെ പേടിത്തോണ്ടമാരാ, അതുകൊണ്ടാ പ്രേതം ഉണ്ടെന്ന് വിചാരിച്ച് പേടിച്ച് വരയ്ക്കുന്നേ. നമ്മളൊക്കെ അവനെ പോലെ പേടിച്ച് വരയ്ക്കുന്ന ആളല്ല. നമ്മൾ പേടിക്കണമെങ്കിൽ വേറെന്തെങ്കിലും ഉണ്ടാവണം. നീ എന്താ പറയാൻ വരുന്നത്? ഏതെങ്കിലും വന്നിട്ട് നമ്മളെ തൂക്കണമെന്തോ? അതങ്ങനെയല്ല, നമ്മുടെ വിശ്വാസത്തിന് പ്രേതൊന്നും ഒരു കാര്യമില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന എല്ലാ കാര്യത്തിനും മൊത്ത കാര്യം പ്രേതം മാത്രം പറയാൻ പറ്റില്ല. ആരോ പ്ലാൻ ചെയ്തിട്ടാണ് കൊന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ആര് ചെയ്യും സത്യ? നമുക്കാർക്കും ഓരോരുത്തനെ കൊല്ലാൻ പകയൊന്നും ഇല്ലല്ലോ. അതെ അഭി, നീ പറയുന്നത് ശരി തന്നെയാണ്. ഈ വീട്ടില് പ്രേതം പോലെ ഇല്ലെന്ന് തോന്നുന്നു. ഓ, ഇവിടെയാണ് നിങ്ങൾ. നിങ്ങളെ കണ്ടില്ലാന്ന് എവിടെയൊക്കെ തേടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ശരി, നിങ്ങൾ പെട്ടെന്ന് വെള്ളം അടിച്ചിട്ട് താഴേക്ക് വാ. അവസ്ഥ വളരെ മോശമാണ് കേട്ടോ. ശേ, ഇവളെ കണ്ടിട്ട് പ്രേതം വിചാരിച്ച് ഞാൻ പേടിച്ചു പോയി. പ്രേതം ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പേടിച്ച എന്താ സത്യ? ഇവള് ഓരോ പ്രാവശ്യം വരുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട്. അതൊക്കെ എന്ത് പേപ്പേഴ്സാ? ഒന്നുമില്ല, നീ ചെല്ല്. എന്താ അഭി, എന്നോട് പറയാൻ പറ്റാത്ത സീക്രട്സ് ആണോ? പ്ലീസ് പറയ്, പ്ലീസ് 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 പറയ്. ഹേ, പറഞ്ഞാ മനസ്സിലാവില്ലേ? വായടച്ചിട്ടൊന്ന് പുറത്തു പോടി. സോറിന്നേ, പെട്ടെന്ന് വന്ന ദേഷ്യത്തില് എന്തൊക്കെയോ പറഞ്ഞു. നമ്മൾ രണ്ടുപേരും ഒന്നാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നീ എന്നെ അങ്ങനെയല്ല കാണുന്നത്. ഇനി എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയണ്ട. സോറി ധന, എന്നെ ക്ഷമിച്ചേക്ക്. ഞാൻ പറഞ്ഞതല്ലേ, അപ്പൊ കുറച്ച് ടെൻഷനിലായിരുന്നു, അതാണ് ചീത്ത പറഞ്ഞേ. എന്നോട് സംസാരിക്കേണ്ടെന്നല്ലേ പറഞ്ഞത്? പോ പ്ലീസ് ചക്കരെ, പ്ലീസ് പ്ലീസ് പ്ലീസ്, ഇത്തവണ എന്നെ ക്ഷമിച്ചേക്ക്. ഇനി ആവർത്തിക്കില്ല. സോറി 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 പ്ലീസ്, സോറി സോറി സോറി. കൊടുത്തില്ല, വന്നു. പക്ഷെ നീ എന്തിനാ ഫീൽ ചെയ്യുന്ന? രവലി നിനക്ക് എസ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതാ ഞാനും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്കാ കിട്ടുന്ന ആർക്ക് പറയാൻ പറ്റും? കോളേജിൽ പഠിക്കുന്ന ഓരോരുത്തരും അവൻ ഫസ്റ്റ് വരണമെന്ന് വിചാരിക്കാറുണ്ട്. എന്നാൽ എക്സാമിന്റെ അന്ന് പാസ്സായ മതി എന്ന് വിചാരിക്കും. എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കും. അങ്ങനെയുള്ളവനാ നീ. ടൈം വേസ്റ്റ് ചെയ്യല്ലേ കേട്ടോ. പോയി നിന്റെ ജോലി നോക്ക്. നിർത്ത്. അതിരിക്കട്ടെ, എന്തിനു നിങ്ങൾ തമ്മിൽ അടിക്കുന്നേ? ആദ്യം ആ പെണ്ണിന്റെ മനസ്സിൽ ആരാണെന്ന് അറിയണം. ആരുണ്ടെങ്കിൽ എന്താ, ഞാനാണ് അവളുടെ മനസ്സിലുള്ളത്.
മനസ്സിലാണോ അല്ല എനിക്ക് വാലി തെറി വരുന്നു. ഞാനൊരു ടാസ്ക് വെക്കുകയാണ്. ആ ടാസ്കിൽ ആര് വിജയിക്കുന്നോ അവർക്കാണ് രവളി. ഈ ടേബിളിന്റെ മേലെയുള്ള കപ്പന് ആന്റെ കപ്പനെ ആദ്യം എടുക്കുന്നോ അവനാണ് വിന്നർ. എന്തെന്നാടാ ചെറിയ പിള്ളേരുടെ ഗെയിം മാതിരി? ഇത് ലവ് മേറ്ററാ. ഗെയിം നന്നായിരിക്കണം. 7 കടല് നടന്ന് ഏതോ മലയിലിരിക്കുന്ന ആലമരത്തിന് കൂണ്ടിലിരിക്കുന്ന കിളീനെ പിടിച്ചു കൊണ്ടുവരുന്ന കാലമല്ല അത്. എവിടെയോ നടക്കുന്ന ക്രിക്കറ്റ് മാച്ചിനെ വീട്ടിലിരുന്നു കൊണ്ട് ബെറ്റിംഗ് വെച്ച് വിജയിക്കുന്ന കാലമാണിത്. വായ അടച്ചിട്ട് ഞാൻ പറഞ്ഞത് കേക്ക്. എന്തിനാ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നേ? ഇന്ത്യ പാകിസ്ഥാൻ മാച്ചില് പാകിസ്ഥാൻ വിക്കറ്റ് വീണാ നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഒച്ച ഉണ്ടാക്കും. അവനും അതന്നെയാ ചെയ്തത്. പക്ഷെ ഇന്ന് മാച്ചില്ലല്ലോ. ഓൾഡ് മാച്ചാണെന്നേ. ഓൾഡ് മാച്ചോ എന്തോ പറയുന്നതേ മനസ്സിലാകുന്നില്ല. പോയോ? ഭയന്നു പോയല്ലേ? വിചാരിച്ചോ? രണ്ടെണ്ണം പെട്ടെന്ന് നമ്മളെടുത്ത് കുടുങ്ങിയല്ലോ. നീ എത്ര നാടകം കളിച്ചാലും നിന്നെ ഞാൻ വിടാൻ പോകുന്നില്ല ബൊമ്മായി. എത്ര നാടകം കളിച്ചാലും ഞാൻ നിന്നെ വിടാൻ പോകുന്നില്ല ബൊമ്മായി. നിനക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാനാവില്ല. കെട്ടി നീ മാറിയില്ലേ? നിങ്ങൾ രണ്ടുപേർക്കും പ്രേതം പിടിച്ചിട്ട് നിങ്ങൾ എന്നെ തല്ലിയില്ലേ? ഞങ്ങൾക്ക് പ്രേതം പിടിച്ചില്ല, നിനക്ക് പിടിച്ചിട്ടല്ലോ. എന്താ നീ പറയടേ. കുഴപ്പം വരുന്നുണ്ടല്ലോ. ഇവിടെ നമ്മൾ പോകുന്നതാണ് നല്ലത്. മനസ്സിലാവുന്നില്ലേ? സത്യ എന്താ അടിപൊട്ടിരിക്കുന്നേ? ഞാൻ സത്യം പറഞ്ഞാലും നീ വിശ്വസിക്കാൻ പോകുന്നില്ല. എന്തു പറ്റിയെന്ന് പറ സത്യ. പ്രേതം അടിച്ചടാ. ചരക്കടിച്ച് കിറങ്ങി താഴെ വീണുണ്ടാവും. ഞങ്ങളെ വിളിക്കാതെ ബോട്ടിലെടുത്ത് കുടിച്ചാ ഇങ്ങനെയാ സംഭവിക്കുക. മതി, നിർത്തടാ. എനിക്ക് നടന്ന പോലെ നിങ്ങൾക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അറിയാം നിങ്ങൾക്ക്. ഇനി ഒരാഴ്ച കൊണ്ട് കോർട്ട് കേസിൽ നമ്മളാണ് വിജയിക്കുക. അങ്ങനെ വിജയിച്ച ഈ ലാൻഡ് വീടും നമുക്കാണ് സ്വന്തം. അതിൻ്റെ ഉള്ളിൽ ഇവനൊക്കെ തീർക്കണം. നമ്മൾ ചെയ്തതായിട്ട് ഒരു ക്ലൂവും കിട്ടരുത്. കിട്ടിയെന്ന് വെച്ചോ പിന്നെ ആവർത്തിച്ചു കൊണ്ട് മർഡർ ചെയ്യാൻ പറ്റില്ല. ഇവരാണ് നമുക്ക് ലാസ്റ്റ്. ഇതിനുശേഷം ഈ ജോലിക്ക് ഫുൾ സ്റ്റോപ്പ് വെക്കണം. മനസ്സിലായോ? ഗുഡ് ബൈ.
ഹേ, എല്ലാവരും ഇവിടെ എന്താ ചെയ്യുന്നേ? ഓ, എല്ലാം കേട്ട് കഴിഞ്ഞോ? അതെ, നിന്റെ ഫ്രോഡ് ജോലിയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ആദ്യം എനിക്ക് പ്രശ്നമായിട്ടിരുന്ന ഫോറിൻ പെണ്ണ് തീർത്തു. അതിനുശേഷം ഇനിയും കുറച്ചുപേര് തടയാനായിട്ട് വന്നു. അവർക്ക് പ്രേതത്തിനെ കാണിച്ച് പേടിപ്പിക്കാന്ന് വെച്ചു. എന്നിട്ടും അവര് ഓടിയില്ല. അതുകൊണ്ടാണ് മന്ത്രവാദിനെ വിളിച്ചത്. എനിക്ക് മന്ത്രവാദിനെ കാണണം. എന്താണ് ജോലി? ഇവിടെ നോക്കൂ ബോസ്, എനിക്ക് മന്ത്രവാദിനെ കാണണം. എന്താണ് ജോലി? അദ്ദേഹത്തോടൊപ്പം ഒരു ഡീല് സംസാരിക്കണം. നോക്ക്, ഞങ്ങളെ ബോസ് പുതിയ ആൾക്കാരോട് ഡീൽ വെക്കുമ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടൊന്നും മീറ്റ് ചെയ്യില്ല. എന്തുണ്ടെങ്കിലും ഞാനുണ്ടാവണം. ഓക്കെ, നമ്മളിന്ന് സംസാരിക്കാം. അടുത്ത് ചേരണ്ടല്ലോ, എന്തിനാ നിൽക്കുന്നേ? ഇരുന്നുകൊണ്ട് സംസാരിക്കാം. പറയൂ, എന്താണ് ഡീല്? മർഡറാണോ, കാലാണോ, ഇല്ലേ കൈയാണോ? എന്റെ പടത്തിന് അത്ര ബഡ്ജറ്റ് ഒന്നും ഇല്ല സാറേ, കുറച്ച് ബഡ്ജറ്റാ. അങ്ങനെ വെച്ചാൽ എന്താണ് ജോലി? ഓക്കെ, പ്ലാൻ സൂപ്പർ. ഞാൻ ബോസിനടുത്ത് പറയാം, ഡീൽ ഓക്കെയാണ്. പണം റെഡിയാക്കി വെച്ചോളൂ. റെഡി ചെയ്യണതിരിക്കട്ടെ, ഗുരുവിന്റെ ഗെറ്റപ്പ് അടിപൊളിയായിരിക്കണം. അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് വന്നത്. വരൂ സ്വാമി, എന്റെ റൂമിന്റെ അകത്ത് ചെന്ന് സംസാരിക്കാം. എന്താ മോനെ, എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? നിങ്ങൾക്ക് എന്താ ഗുരു, അഭിനയത്തിന്റെ അസുരനല്ലേ? നിങ്ങളൊപ്പം ഞങ്ങൾ മത്സരിക്കാണോ? അതുകൊണ്ടാണ് നിങ്ങൾ പെർസെന്റേജ് കുറച്ച് കൂടുതൽ എനിക്ക് തരണം. ഇവിടെ നോക്കൂ സ്വാമി, ഈ വീട്ടിൽ പ്രേതമുണ്ടെന്ന് നിങ്ങൾ വേണം വിശ്വസിപ്പിക്കാൻ. അവരെല്ലാം പേടിച്ച് വിറയ്ക്കണം. ഇന്നൊരു ദിവസം മാത്രമേ അവരിവിടെ ഉണ്ടാവുള്ളൂ. നാളെ കാലത്ത് അവർ പേടിച്ച് ഓടിക്കളയും. ഇത് നടക്കും. ശരിക്കും അവരെല്ലാം ഓടിക്കളഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വരുന്ന പൈസയില് 50% തരാം. ജയ് സാംബറി. കൊന്നു കളഞ്ഞു. അങ്ങനെ എനിക്ക് തടയായിട്ട് വന്ന എല്ലാവരും കൊന്നിട്ട് പോയിട്ടേയിരുന്നു. ഇപ്പൊ ബാക്കിയുള്ളത് നിങ്ങൾ മാത്രമാണ്. ശരി, ഒരു കാര്യം പറയാൻ മറന്നു. ഞാൻ ഈ വീടിന് വേണ്ടിയല്ല ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഈ വീട്ടിനാണെങ്കിൽ ഇത്ര പേരെ കൊല്ലണമെന്ന് എനിക്ക് ആവശ്യമില്ല. ഈ ലാൻഡിൽ കോടിക്കണക്കിന് വിലയുള്ള ഗ്രാനൈറ്റ്സ് ഉണ്ട്. ഒരുത്തനും ഇവിടെ ഐഡിയ ഇല്ല. പറയാനുള്ളതെല്ലാം നീ പറഞ്ഞു കഴിഞ്ഞോ? ഇല്ലെങ്കിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ? നീ സ്നേഹം എന്ന് പറഞ്ഞ ഉടനെ ഞാൻ സ്നേഹിക്കാൻ ഞാൻ എന്താ ഭ്രാന്തിയാണോ? ഞാനൊരു പോലീസ് ഓഫീസറാണ്. ഇത് SI സത്യം. ഞാനും അതെ നിന്റെ പോലെ അഭിനയിച്ചു. നീ ഈ സ്ഥലത്തിന് വേണ്ടി ഒരു പെണ്ണിനെ കൊന്നു, ഓർമ്മയുണ്ടോ? പക്ഷെ അതെങ്ങനെ മറക്കുമല്ലേ? ആ കേസ് കോർട്ടിൽ ക്ലോസ് ആയതിനു ശേഷവും ഞങ്ങൾ ആ കേസ് തിരിച്ചന്വേഷിക്കാൻ തുടങ്ങി.
അത് വീണ്ടും റീഓപ്പൺ ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതിന് ശേഷമാ അത് നീയാണെന്ന് മനസ്സിലായത്. പക്ഷെ തെളിവിന് വേണ്ടിയാ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത്. ഇപ്പൊ നീ ശരിക്ക് പെട്ടു. എത്ര ആളുകളെ കൊന്നു നീ. നിന്റെ വായ കൊണ്ട് നീ തന്നെ അത് പറഞ്ഞു. ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. സത്യ, അറസ്റ്റ് ഹിം. ഈ വീടിന് ഒരുപാട് വില കിട്ടുമെന്ന് നീ വിശ്വസിച്ചിരുന്നു. പക്ഷെ നിനക്കത് ഒരിക്കലും കിട്ടില്ല. మైకం నీదియే లోకం నన్ను మార్చావు. ఈ చిరువ ఎట్టా జరిగిందో మరి నాలోన ప్రతి నిమిషం నీలా మారిందో. ఏ దూరం నాది తీరం నీ చేరాను. ఈ కదలిక ఎట్టా కలిగిందో మరి నాలోన నా పాదం నీకే పరముందో. ఏ మౌనం నీదే నాలోనా అది చేరాక మెల్లమెల్లగా మాటలు నేర్చింది. ఏ చూపో నీదే నాలోనా మరి చేరాక తెలియనిదేదో అనిపించింది. నిజమేమో మరి ప్రేమ అన్నది మనలోనా ఇప్పుడే కలుగుతున్నది. నిజమేమో మరి ప్రేమ అన్నది మనలోన ఇప్పుడే కలుగుతున్నది. ఏ మైకం నీది ఏ లోకం నన్ను మార్చావు. ఈ చిరువ ఎట్టా జరిగిందో మరి నాలోన ప్రతి నిమిషం నీలా మారిందో. ఎప్పుడైనా ఏదో ఊహలోన మదిలో మబ్బులేని వానలా నన్ను తాకుతుంటావే. ఎక్కడైనా ఏదో చోటులోన నువ్వు జ్ఞాపకంగా గుండెలోన చిటికెలేస్తావే. నిదురించే కళ్ళలోన నువ్వు చేరి కునుకైన రానిగులే. పెదవి పలికి ప్రతి మాటలోన నువ్వు పదమై ప్రతిసారి పలికావులే. నిజమేమో మరి ప్రేమ అన్నది మనలోన ఇప్పుడే కలుగుతున్నది. నిజమేమో మరి ప్రేమ అన్నది మనలోన ఇప్పుడే కలుగుతున్నది. ఏ మైకం నీది ఏ లోకం నన్ను మార్చావు. ఈ చిరువ ఎట్టా జరిగిందో మరి నాలోన ప్రతి నిమిషం నీలా మారిందో.